ഗായ്സ് ഇന്ന് നമ്മൾ അഴിമുഖത്തേക്കാണ് പോകുന്നത്. മുനീറുണ്ട്. ഓക്കെ, അപ്പൊ അഴിമുഖം എന്താന്നല്ലേ, കായലും കടലും കൂടി കൂടിച്ചേരുന്ന സ്ഥലമാണ്. സംഭവം കടലും കായലൊക്കെ കാണാൻ പോവാണെന്നുണ്ടെങ്കിലും പള്ളയും തിരമാല അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വിശപ്പിൻ്റെ. അപ്പം നമ്മൾ എന്താക്കി അതിനൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈം ജ്യൂസും പിന്നെ അതേപോലെ തന്നെ ഒരു പഴം നിറച്ചതും പറഞ്ഞത് മുതുക്ക് പഴം നിറച്ചതായിരുന്നു. അത് ഇതൊരു പോർഷൻസ് മാത്രമാണ്. ഉള്ളിൽ നമ്മളെ തേങ്ങയും അവിലൊക്കെ വെച്ചിട്ടുള്ളൊരു പഴം നിറച്ചതായിരുന്നു. സാധാരണ തേങ്ങ മാത്രം ഉണ്ടാവുക. മുനീറുണ്ട് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മുനീറൊരു പോർഷൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് കഴിച്ച് ഫുഡ് വയറൊക്കെ ഒന്ന് ഉഷാറാക്കി ഒന്ന് വിശപ്പിനൊക്കെ ശമിപ്പിച്ചുകൊണ്ട് അടുത്തൊരു സുഹൃത്തുക്കളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം അഴിമുഖം തുറമുഖെത്താനായി. റൂമിൽ നിന്ന് ബോറച്ചപ്പാണ് അങ്ങോട്ട് പോയത്. കായലും കടലും ഒരുമിച്ച് ചേരുന്ന അഴിമുഖത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് ഒന്ന് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. അതുപോലെ വന്ന സമയത്ത് അധികം ആൾക്കാരും ഫാമിലീസ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടാണ്. പിന്നെ അതേപോലെ എൻട്രി ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കയറുന്ന സമയത്ത് 20 രൂപയാണ് ഒരു പേഴ്സണിന് എൻട്രി ഫീ വരുന്നത്. കുട്ടികൾക്കെല്ലാം ഫ്രീ ആണ്. പിന്നെ അതേപോലെ നമുക്ക് പാർക്കിങ്ങിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഫീ കാര്യങ്ങളൊക്കെ 10 രൂപ വരുന്നുണ്ട്. നല്ല വൈബൊക്കെയാണ്. അതായത് നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസും കാര്യങ്ങളൊക്കെയാണ്. ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതേപോലെ കുറേ കഴിഞ്ഞപ്പോൾ കുറേ ഫാമിലീസ് കാര്യമൊക്കെ വന്നിട്ട് അങ്ങ് കണ്ട ഒരു ഇത് വരമ്പ് പോലെ. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കായലിലെ കടലിലെ നടുവിലുള്ള ഒരു പിന്നെ സെൻറ്ററിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വളരെ അലതല്ലുന്ന തിരമാല സമാനമായ രീതിയിൽ തിരമാലകൾ ശാന്തമായിട്ടാണെന്നുണ്ടെങ്കിൽ അലയടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നേരത്തെ പറഞ്ഞ കായൽ വരുന്നത്. ഇതൊക്കെ നമ്മുടെ കടലിൻ്റെ പോർഷൻസ് തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ കായൽ വരുന്നത്. കണ്ട ഇവിടെ തിരമാലകൾ കാര്യങ്ങളൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി. അതായത് ഇതിൻ്റെ നേരെ അപ്പുറത്ത് തന്നെയാണ് ആ കടലും വരുന്നത്. എന്നിട്ട് ശാന്ത സമാനമായ രീതിയിൽ വളരെ ശാന്തതയോട് കൂടിയിട്ട് ഇങ്ങനെ കായൽ നിൽക്കുകയാണ്. അതേപോലെ തന്നെ അവിടെ കായലിൻ്റെ ഭാഗത്ത് നമുക്ക് ബോട്ടുകളും തോണികളൊക്കെ ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഭാഗത്ത് അവർ ഉപജീവന മാർഗ്ഗം എന്ന രീതിയിൽ കുറേ ആൾക്കാർ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. വളരെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. നല്ല രീതിയിൽ സമയം കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ടൈമത്താണ് ഇങ്ങനത്തെ ഒരു കാഴ്ച ഉണ്ടത്. ഇതുണ്ട് മുമ്പിലൊരു ബോട്ട് പോലത്തെ ബോട്ട് തന്നെയാണ് എനിക്കറിയില്ല. 2 തോണികൾ വലിച്ചുകൊണ്ടുവന്നൊരു കാഴ്ച. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് മുമ്പ് ഇങ്ങനെ കണ്ട് പരിചയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തെ ആളുകൾ മെയിനായിട്ടൊരു ഉപജീവന മാർഗ്ഗം ഇതേപോലത്തെ മത്സ്യബന്ധനം കാര്യങ്ങളൊക്കെ കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ സംഭവങ്ങളൊക്കെ അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ ഇരുന്ന് കുറേ നേരം ബോറടിച്ച സമയത്താണ് നമ്മളൊരു ചെത്തൈസ് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചെത്തൈസ് കഴിക്കാനൊക്കെ പോയി. ചെത്തൈസ് ഒരു തട്ടിക്കൂടി ചെത്തൈസ് ആണെന്നുണ്ടെങ്കിലും കടപ്പുറത്ത് വന്നിട്ട് നമ്മളൊരു ചെത്തൈസ് കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ എന്തോ ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്ന പോലെയാണ് സുഹൃത്തുക്കളെ എന്നാണ് പലരും പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒരു മധുരവും പിന്നെ അതേപോലെ തന്നെ മുനീർ പിന്നെ എരിവും മധുരമാണ് പറഞ്ഞത്. കോമഡി ആക്കി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പ് രണ്ടിലും എരിവും മധുരം ചേർത്ത് അതിൻ്റെ ശേഷമാണ് പിന്നെ മൂപ്പർക്ക് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഞാനെന്താക്കി എന്തായാലും മൂപ്പർ ഒഴിച്ചതല്ലേ, പിന്നെ നമ്മളത് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് അത് കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും എന്താക്കി വിശന്ന സമയത്ത് നമ്മളൊരു വെജ് ബർഗർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല വലിയ ബർഗർ തന്നെയായിരുന്നു. ഇന്ന് കഴിച്ചതൊക്കെ വലുതാട്ടാ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ല കിടുക്കാച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.